പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഓഗസ്റ്റ് 18 തിങ്കളാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗോടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കാര്യങ്ങൾ വൈരാഗ്യം മൂർച്ഛിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം. ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട. മറിച്ച് കർത്താവിൻ്റെ ആയുധമായ, സ്വർഗത്തിൻ്റെ ആയുധമായ ജപമാല നീ കയ്യിലെടുക്കണം.
നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിൻ്റെ കർത്താവാണ്. പുറപ്പാട് 14:1-14 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക്. ഇപ്പം തന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് നിൽക്കുക. നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്ജമകളുള്ളത്. നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയം അനുവദിക്കുക എന്നർത്ഥമുണ്ട്. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പം നിൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ്, രോഗിയായിട്ട് കിടക്കുകയാണ്. ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, മകനെ എന്നെ ചെത്തി കയറണ്ട എൻ്റെ ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇത്രയും കാശ് നീ എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല, അത് നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണം എന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്ക് ഒരു ബാധ്യതയുണ്ട്. കാര്യം നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിൽ, എല്ലാ വളർച്ചയുടെ പിന്നിൽ അമ്മയും അപ്പനും ഉണ്ട്. അപ്പോൾ അത് മനസാക്ഷിയോടുകൂടി അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളെന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 വയസ്സ് കഴിഞ്ഞുള്ള ആക്കൽ മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ആക്കൽ അവരുടേതാണ്. മാതാപിതാക്കന്മാരും അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ആൻറ്റിമാരൊക്കെ ആയിരിക്കും നമ്മൾ സഹായിച്ചിട്ടുള്ളത്. 20 വയസ്സ് ഇപ്പോൾ ചില ആൾക്കാർ അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ അവർ പറയണത് ഞാനല്ലേ പഠിച്ചത്, ഞാൻ പഠിച്ച് ഞാൻ കാശുകാരനായി, അത് അപ്പനും അമ്മേനെ സഹായിച്ചില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ അകത്തൊരു ചെറിയ അഹങ്കാരമുണ്ട്. അപ്പോസ്തലന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം പോള് പറയത്തില്ലേ, സെൻറ്റ് പോള് എന്താ പറയണേ, എൻ്റെ അവസാന ട്രയലിൽ നിങ്ങളാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ്. 2 തിമോത്തി 4:16-17 പൗലോസ് അപ്പോസ്തലൻ്റെ വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ. നിങ്ങൾ പരിചയനാണെങ്കിൽ ഞാനും പരിചയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും അതെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനമുണ്ട്, വളർച്ച. ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ഇത്. എന്താ പറഞ്ഞത്? എൻ്റെ ന്യായവാദങ്ങളിൽ കോടതിയിലപ്പോൾ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ആദ്യം അവതരിപ്പിച്ച കോടതി കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ കോടതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത് അവതരിപ്പിക്കുന്ന പ്രബോധനത്തിൻ്റെ ന്യായവാദങ്ങളാണ്. ആരും എൻ്റെ ഭാഗത്തല്ലായിരുന്നു, ഇൻക്ലൂഡിങ് ഇവ കൂടെയുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും കാര്യം പൗലോസ് പറയുന്ന കാര്യങ്ങൾ പത്രോസിന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തുവ് വിജ്ഞാനീയം, പിന്നെ അവതരിപ്പിക്കുന്ന രീതികൾ ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് ഏതൻസിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വന്ന് കേട്ടോളാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു പോണ കാണാം. ഒരു പരാജയപ്പെട്ട പ്രസംഗികനായിരുന്നു ആദ്യം. പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് ഉറക്കം തൂങ്ങി താഴെ വീണ് മരിച്ച കഥ വരെ ഉണ്ട് പൗലോസിൻ്റെ ചരിത്രത്തിൽ. അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ്. പക്ഷേ എഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ മൂർച്ചയുള്ള എഴുത്തുകൾ എഴുതും. ക്രിസ്തുവിജ്ഞാനീയം സഭയുടേത് പൗലോസിൻ്റെതാണ്. എഴുത്തിൽ ഭയങ്കരമല്ലാത്ത അഭിഷേകമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത്. 2 പത്രോസ് 3:15-16 നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ.
കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. അംബിഗസായിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങളെ വളയ്ക്കണ സമയത്ത് തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും. അതാണ്. അപ്പം അത് അങ്ങനെയുള്ളത് കൊണ്ട് ചില ആൾക്കാർ പൗലോസിനെ ഇങ്ങനെ ന്യായവാദങ്ങളെ, അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തു വിജ്ഞാനീയത്തെയും, പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട്, അപ്പോഴും പൗലോസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളാണത്. പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗലോസിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായിരുന്നുള്ള ആളാണ് അമ്മ. പക്ഷേ ആരോടും അത് പറഞ്ഞില്ല. ലൂക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായിലേ പറയണത്. അപ്പോൾ അവരമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. പൗലോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലൂക്ക വഴി പോലും പൗലോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല. അതിൻ്റെ പരാധീനത അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിലുണ്ട്. ഈ ഒരു സംഭവം എൻ്റെ ന്യായവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ, അപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ, എഴുതിപ്പോലും വെക്കില്ല. അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാവും. ആരോടും പറയാത്ത, അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ്. കർത്താവിൻ്റെ വിഷയത്തിൽ അത് തന്നെയാണ് ഉള്ളത്. കർത്താവിൻ്റെ വിഷയം പറയുമ്പോൾ ഇപ്പോൾ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു. കർത്താവ് പറയും, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചു പോകുന്ന കാലം വരും. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ സംഭവങ്ങൾ പറയണത് രണ്ട് ഫീലിങ്ങിലാണ് പറയണത്. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. പൗലോസ് സംഭവിച്ചതിന്, ഈശോയ്ക്ക് സംഭവിച്ചതിന് പൗലോസ് സംഭവിച്ചത്. പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത്. എൻ്റെ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളെന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത്. ഈശോ കുറ്റപ്പെടുത്താതെയാണ് പറയണത്. അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താത്ത ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്നു കയറാനുണ്ട്. അത് നടന്നു കയറിയ ആളാണ് മറിയം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. അപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളിൽ, അതൊരു വിജയമാണ്. ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹനങ്ങളെക്കുറിച്ച്. എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലല്ല സംസാരിക്കണത്. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ലൈനിലാണ് അത് സംസാരിക്കണത്. അത്ര ഈസി അല്ല. ഇരുന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖലയിൽ വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ
ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല ഇപ്പം. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ, അതുപോലെ തന്നെ വുഡ് ഫ്രീ, ഈ വിറകില്ലാത്ത കിച്ചൺ, പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴ് വന്ന് ഗ്യാസ് ഫ്രീ കിച്ചണാണ്. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ്, അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ്. അത് മറിയത്തിൻ്റെ സ്വകാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു, ആ ലെവൽ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മറിയ ആധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിക്കുന്നവർ മറിയ ആധ്യാത്മികതയാണ് ജീവിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാകണം.